ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സങ്കീർത്തന പുസ്തകത്തിലൂടെയുള്ള നമ്മുടെ പഠനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് 69 സങ്കീർത്തനത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ സംക്ഷിപ്തമാണ് ഇവിടെ പറയുവാൻ ദൈവസ്വനം ഞാൻ ആഗ്രഹിക്കുന്നത്. 69 സങ്കീർത്തനം ഒരു മശീഹിക സങ്കീർത്തനമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ പ്രവചനാത്മാവിൽ ദൈവത്തിന്റെ ദാസനായ ദാവീദ് കണ്ടിട്ട് ദാവീദ് ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പാടുന്ന ഒരു മനോഹരമായ സങ്കീർത്തനമാണ് ഈ 69 സങ്കീർത്തനം. ഈ സങ്കീർത്തനം വായിച്ചപ്പോൾ മരണത്തിന്റെ ഭീതിതമായ അവസ്ഥ അത് ഒന്ന് ചിന്തിക്കാൻ ഇടയായിട്ടുണ്ട്. മരണം ഏതു നിലയിലുള്ളതാണെങ്കിലും മരണം ഒരു വല്ലാത്ത വിഷമുള്ളതാണ്. അത് വല്ലാത്ത പ്രയാസം ആളുകൾക്ക് ഉണ്ടാക്കുന്ന അനുഭവമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മരണത്തെ എങ്ങനെയാണ് നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയുക എന്നുള്ളത് പല ആളുകൾക്കും ഒരു ചിന്താവിഷയമായിട്ട് ഇരിപ്പുണ്ട്. ഞാനൊരിക്കൽ നമ്മുടെ ഇടയില് ദീർഘകാലം കർത്താവിന് വേണ്ടി സധൈര്യം ശുശ്രൂഷ ചെയ്ത തിരുവട്ട അവர்களോട് തന്റെ രോഗശൈലിയിൽ ഇങ്ങനെ ചോദിച്ചു, മരണത്തെക്കുറിച്ച് എന്തെങ്കിലും ഭയം അച്ചാനുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, മരണത്തെക്കുറിച്ച് യാതൊരു ഭയമില്ല, മരണത്തെ ഭയമില്ല, എന്നാൽ മരണവിധത്തെ ഭയമുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ എങ്ങനെയാണ് മരിക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായ അല്ലെങ്കിൽ വേദനാജനമായിട്ടുള്ള ഒരു ചിന്താഭാരമാണ്. ഒരിക്കലും ഒരു വ്യക്തിയോട് അദ്ദേഹത്തെ കർത്താവിലേക്ക് നേടുക എന്നുള്ള ഉദ്ദേശത്തെ ലക്ഷ്യമാക്കി അദ്ദേഹത്തോട് സുവിശേഷം പറയാൻ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ചപ്പോൾ മരണവിധത്തെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചത്, മോസ്റ്റ് ഡിഫിക്കൽട്ട് വേ ടു ഡൈ എങ്ങനെയുള്ളതാണെന്ന് അറിയാമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഏറ്റവും പ്രയാസകരമായ മരണം അതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ചേറിലാണ്ട് അല്ലെങ്കിൽ വെള്ളത്തിലാണ്ട് ശ്വാസം മുട്ടി മരിക്കുക. ഒറ്റവാക്കി പറഞ്ഞാൽ ശ്വാസം മുട്ടി മരിക്കുന്നതാണ് ഏറ്റവും വേദനാജനീയമായ മരണം എന്ന് പറയുന്നത് പറഞ്ഞു. ദാവീദ് വാസ്തവത്തില് തന്റെ ആത്മീക ജീവിതത്തിൽ ഇതുപോലെയുള്ള ശ്വാസം മുട്ടലുകൾ, സഫോക്കേഷൻസ് അനുഭവിച്ച ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹം ഈ 69 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിൽ പ്രാർത്ഥിക്കുന്നതിനാണ്, ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എന്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. അവിടെ ഇംഗ്ലീഷിലെ വാട്ടർ ഹാസ് കം അപ് ടു മൈ നെക്ക് എന്നിരിക്കുന്നു. എന്റെ ഈ കഴുത്തുനിൽ വെള്ളത്തിൽ ഞാനായിരിക്കുന്നു എന്ന് വേണേൽ പറയാം. വാട്ടർ ഹാസ് കം അപ് ടു മൈ നെക്ക്. ഞാൻ അവിടെ പറയാണ്, വെള്ളം എന്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി രക്ഷയ്ക്ക് മാർഗമില്ല. ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു, ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു, പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞ് ഒഴുകുന്നു. ഇവിടെ ദാവീദ് തന്റെ ആത്മീയ ജീവിതത്തിലെ തന്റെ പ്രതിസന്ധി അദ്ദേഹം വർണ്ണിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? ഞാൻ ആഴമുള്ള ചേറ്റിൽ താഴുകയാണ്. ആഴമുള്ള ചേറ്റിൽ താണ് ശ്വാസം മുട്ടി ഞെരുക്കപ്പെട്ട് മരിക്കുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായ ഒരു മരണ അനുഭവമാണ്. ഏത് മരണത്തിന്റെ രീതിയും പ്രയാസകരമാണെങ്കിലും ഇത് വളരെ വേദനാജന്യമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, വെള്ളം എന്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു, എന്റെ കഴുത്തിന്റെ അറ്റത്ത് വരെ വെള്ളമായി, അതായത് ഞാൻ നിലയില്ലാത്ത ആഴത്തിലായി, പ്രവാഹങ്ങൾ എന്റെ മീതെ കവിയുക. വാസ്തവത്തില് ഈ ചേറിൽ താണ് ചാവുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ, വളരെ സങ്കടകരമായ ഒരു അനുഭവമാണ്. പെട്ടെന്നുണ്ടാകുന്ന ജലപ്രളയം മുഖാന്തരമായി എത്ര ആളുകൾ ഈ ചേറിൽ വെള്ളത്തിൽ താണ് മരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ട്. അപ്പൊ അത് വലിയ ദുഃഖകരമായ അനുഭവമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തില് ഏതൊരു ക്രിസ്തീയ വിശ്വാസിയും ചിന്തിക്കുന്ന പോലെ ദൈവദാസനായ ദാവീദും ചിന്തിക്കുകയുണ്ടായി. അപ്പൊ മറ്റ് ദൈവദാസന്മാർക്കുണ്ടാകുന്ന അതേ ചിന്തയാണ് ദാവീദിനുമുണ്ടായ ചിന്ത. അദ്ദേഹം ആദ്യം എന്ത് ചെയ്യുന്നറിയാമോ? ഇങ്ങനെയുള്ള ഒരു അനുഭവം, അത് വേദനകരമായ മരണം തന്നെ പുൽകുന്നു എന്ന് തോന്നിയപ്പോൾ ആഴമുള്ള ചേറിലേക്ക് താൻ താണുപോകുന്നു,
പ്രവാഹങ്ങൾ തന്റെ കഴുത്തോളം അല്ലെങ്കിൽ നിലയില്ലാ കയത്തിലേക്ക് താനെ താഴുന്നു, തന്റെ പ്രാണനോളം മരണം എത്തുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം 3 കാര്യങ്ങൾ ചെയ്തതായി ഈ 12 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാം വാക്യത്തിൽ എന്താണ് അദ്ദേഹം ആദ്യം ചെയ്തത്? എന്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു, എന്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു, ഞാൻ എന്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എന്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. ഹീ വെയിറ്റഡ് ഫോർ ഗോഡ്. അപ്പൊ തന്നെ വല്ലാത്ത നിലയില്ലാത്ത ആഴത്തിലേക്ക് താൻ താഴുന്നു, പ്രവാഹങ്ങൾ ഉയർന്നു വരുന്നു, തന്റെ കഴുത്തോളം അതെത്തുന്നു, പ്രാണനോളം അതെത്തുന്നു എന്ന് വന്നപ്പോൾ എന്ത് ചെയ്തു? ദാവീദ് തന്റെ ദൈവസനിൽ കാത്തിരുന്നു, ദൈവത്തിന്റെ രക്ഷയ്ക്കായിട്ട് കാത്തിരിക്കുന്നു. അദ്ദേഹം തന്നെ പ്രാർത്ഥിക്കുകയാണ് 6-ാം വാക്യത്തിൽ. 6-ാം വാക്യം നോക്കിയാട്ടെ, അവിടെ പറയുന്ന സൈന്യങ്ങളുടെ യഹോവയായ കർത്താവേ, നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നവർ എന്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ. ഇസ്രായേലിന്റെ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവർ എന്റെ നിമിത്തം നാണിച്ച് പോകരുത്. അപ്പൊ ലെറ്റ് നോട്ട് ദോസ് ഹു വെയിറ്റ് ഫോർ യു ഓ ലോർഡ് ഗോഡ് ഓഫ് ഹോസ്റ്റ് ബി അഷെയിംഡ്. 6-ാം വാക്യം. അപ്പൊ വാസ്തവത്തില് ദാവീദ് ഒരു കാര്യം മനസ്സിലാക്കി, താൻ നിലയില്ലാത്ത ആഴത്തിലേക്ക് താഴുന്ന ഈ പ്രത്യേകമായ അനുഭൂതിയും ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് ദാവീദ് മനസ്സിലാക്കി. ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്ന ഏത് കാര്യങ്ങളും ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ കർത്താവിനായിട്ട് കാത്തിരിക്കുവാൻ അവന് സാധിക്കും. അവനെ ഉച്ചത്തിൽ ദൈവത്തോട് തന്റെ രക്ഷയ്ക്കായിട്ട് നിലവിളിച്ചുകൊണ്ട് ദൈവത്തിനായി കാത്തിരുന്നു. അപ്പൊ ദൈവം ജീവിതത്തിന്റെ ഏറ്റവും ഭയാനകമായ മണിക്കൂറുകളിൽ നാം ഏർപ്പെടുമ്പോഴും നാം ദൈവത്തോട് ദൈവസനയിൽ കർത്താവിന്റെ സഹായത്തിനായി കാത്തിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദാവീദ് ദൈവസനയിൽ കാത്തിരുന്നു. ഹി വെയിറ്റഡ് അപ്പോൺ ദി ലോർഡ്. കർത്താവിൽ പ്രതീക്ഷയുള്ളവനായിട്ട് കാത്തിരുന്നു. നാം പിടിച്ചിരിക്കുന്ന കയറിന്റെ അഗ്രത്തി എന്ന് എത്തിയാലും അത് നമ്മുടെ പ്രത്യാശയുടെ അഗ്രമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലയില്ലാത്ത ആഴത്തിലേക്ക് അവൻ താണുപോവുകയും വെള്ളം അവന്റെ പ്രാണനോളം എത്തുകയും ചെയ്തപ്പോഴും കർത്താവിനായി പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ കാത്തിരുന്നു. അതാണ് അവൻ ആദ്യം ചെയ്തത്. 2, ഹി വെപ്റ്റ്. അദ്ദേഹം കരഞ്ഞു. അപ്പൊ അദ്ദേഹം ഹി വെയിറ്റഡ്. ആദ്യം അദ്ദേഹം കാത്തിരുന്നു, പ്രതീക്ഷ കൈവിടാതെ ദൈവസേനയിൽ കർത്താവിനായി കാത്തിരുന്നു. 2, ഹി വെപ്റ്റ്. 10-ാം വാക്യം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ 10-ാം വാക്യം പറയുന്നത്? ഞാൻ കരഞ്ഞ ഉപവാസത്താൽ ആത്മതപനം ചെയ്തു, അതും എനിക്ക് നിന്നയായി തീർന്നു. ദാവീദ് തന്റെ പ്രാണൻ നിലയില്ലാത്ത ആഴത്തിലേക്ക് താഴുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ കരഞ്ഞ് താൻ ആത്മതപനം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ തെറ്റുകളെ ദൈവസനിൽ അദ്ദേഹം ഏറ്റുപറഞ്ഞു. ഗുരുതരമായ പാപങ്ങൾ ചെയ്തിട്ടും ആ പാപങ്ങൾ അത് മറ്റുള്ളവർക്ക് ബോധ്യമാകുന്നു എന്ന് അറിഞ്ഞിട്ടും തങ്ങളുടെ പാപങ്ങളെ മറയ്ക്കാനാവോളം ശ്രമിക്കുന്ന എത്ര മിടുക്കന്മാരായ ആളുകൾ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ദാവീദ് അങ്ങനെയല്ല. അവൻ ആത്മതപനം ചെയ്തു. ഹി റിപ്പന്റഡ് അബൌട്ട് ഹിസ് ഫെയിലിയേഴ്സ്. തന്റെ ജീവിതത്തിന്റെ പരാജയങ്ങളെ കുറിച്ച് അവന് പരാജയ അവബോധമുള്ളവനായി കർത്താവിന്റെ സന്നിധിയിൽ ഉപവസിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. ധാരാളം ഉപവാസങ്ങൾ പല സ്ഥലത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ആത്മതപനമോ ഏറ്റുപറച്ചിലോ ഇല്ല. ആചാരപരമായ ഉപവാസങ്ങൾ, ആഴ്ചയുടെ 2 ദിവസം ഉപവാസം, 4 ദിവസം ഉപവാസം, 7 ദിവസം ഉപവാസം, 14 ദിവസം ഉപവാസം, 21 ദിവസം ഉപവാസം. ഈ അടുത്ത സമയത്ത് ഞാൻ ഒരാളെ വിളിച്ചു പറഞ്ഞു, ഞാൻ സാറേ 40 ദിവസത്തേക്ക് ഉപവസിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇടയ്ക്ക് അല്പം ഭക്ഷണങ്ങളൊക്കെ കഴിക്കണേ എന്ന് ഞാൻ പറഞ്ഞു. ഇല്ലില്ല, ഞാൻ ഒന്നും കഴിക്കുകയില്ല. ഇത് ഈ 40 100 ദിവസം ഉപവസിച്ചോ നല്ല കാര്യമാണ്. പക്ഷേ പാപങ്ങളെ, തന്റെ കുറവുകളെ ഏറ്റുപറയണം. നെഹമ്യാവും മറ്റും കൂട്ടരും ചെയ്തെന്താണ്? അവര് ഒന്നിച്ചു കൂടി വന്നു, ഉപവസിച്ചു, തങ്ങളുടെ പിതാക്കന്മാരുടെയും പാപങ്ങളെ ദൈവസേനയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു. ആ വാസ്തവത്തില് ആത്മതപനമില്ലാത്ത ഉപവാസം വെറുതെ ആഹാരം വെടിഞ്ഞുള്ള ഒരു പട്ടിണികിടക്കൽ എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. ദാവീദ് വളരെയധികം പ്രാർത്ഥിച്ചു. ഇവിടെ എങ്കിലേ അതെനിക്ക് നിന്നയായി തീർന്നു എന്നാ പറയും. തന്റെ ഉപവാസവും പ്രാർത്ഥനയും തനിക്ക് വാസ്തവത്തില് നിന്ന വരുത്തി. ഈ സങ്കീർത്തനത്തിന് നിരവധി പ്രാവശ്യം റിപ്രോച്ച്, അതായത് നിന്ന എന്ന പദം ദാവീദ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഓർപ്പിച്ച പോലെ ഈ സങ്കീർത്തനം ഒരു മെഷിയാനിക സങ്കീർത്തനമാണ്. മെഷിയായെ കുറിച്ചുള്ള ഒരു സങ്കീർത്തനമാണ്. അപ്പൊ ദൈവസേനയിൽ ഒരു ഭക്തൻ കരയുന്നതിന് യാതൊരു പ്രശ്നമില്ല. നമുക്ക് ദൈവസേനയിൽ കണ്ണീരൊഴുക്കുകയും കരയുകയും ചെയ്യാം. കരയുന്നത് തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആശ്വാസമാണ്. സങ്കടമുള്ളപ്പോൾ നമ്മൾ കരയാറുണ്ട്.
ആ കരച്ചിൽ നമ്മുടെ ഹൃദയത്തിലെ വേദനയെ അത് പുറത്തേക്ക് കണ്ണുനീർ വഴിയായി പുറന്തള്ളും. വേദനയും മറ്റ് ജീവിത സാഹചര്യങ്ങളും നമ്മെ വല്ലാതെ മുറുക്കുകയും നമ്മൾ തകർക്കപ്പെട്ടു എന്ന് തോന്നുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കരയാറുണ്ട്. ദാവീദ് ദൈവസ്ഥനിൽ കാത്തിരിക്കുകയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും അവൻ ദൈവസ്ഥനിൽ കരയുകയും ചെയ്തു. ദൈവം നിശ്ചയമായും അവന്റെ ജീവിത സാഹചര്യങ്ങളെ കണ്ട് അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് ദാവീദിന് ഉത്തമമായ വിശ്വാസമുണ്ടായിരുന്നു. നമുക്കും ഉണ്ടാകേണ്ടതാണ്. നമ്മുടെ കണ്ണുനീരുകളിൽ കർത്താവ് അത് കണ്ടിട്ട് ആ കണ്ണുനീരിലൂടെ ദൈവം നമുക്കൊരു ഉദ്ധാരണം ഉണ്ടാക്കും എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കും. മൂന്നാമത് ഇവിടെ പറയുന്നുണ്ട്, അതിന്റെ 6-ാമത്തെ വാക്യം. 6-ാം വാക്യം വീണ്ടും ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സൈന്യങ്ങളെ യഹോവയായ കർത്താവേ, നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നവർ എന്റെ നിമിത്തം ലജ്ജിച്ചു പോകരുത്. ഇസ്രായേലിന്റെ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവർ എന്റെ നിമിത്തം നാണിച്ച് പോകരുത്. എന്നിട്ട് പറയാ, അത് അവര് പറയുന്നുണ്ട്, അവൻ ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? അവന് ജാഗ്രതയുള്ളവനായി ഇരുന്നു. ദൈവസന്നിധിയിൽ ജാഗരൂകനായിരുന്നു. He watched in the presence of God. He waited for God. He wept and then he watched. എന്താ ചെയ്യുന്നത്? ദാവീദ് പ്രാർത്ഥിക്കുക, ഞാൻ നിമിത്തം എന്ത് ചെയ്തത്? നിന്നിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിച്ചു. മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടന്റ് വാട്ട് ഹാപ്പൻസ് ടു മീ, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ക്രിയേറ്റ് എനി പ്രോബ്ലംസ് ഫോർ എനിബഡി എൽസ്. എനിക്കെന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നമല്ല. എന്നാൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്ത് ഞാൻ നിമിത്തം ഒരു പ്രയാസവും ഉണ്ടാവരുത് എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. അത് ഏറ്റവും ബലപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഈ സങ്കീർത്തനം മുഴുവൻ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥനയോട് സമാനമായ ഒരു പ്രാർത്ഥനയാണ് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ അർപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. 3 പദപ്രയോഗങ്ങളാണ് ഇവിടെ പിക്ക് ചെയ്ത്. 1 വെയിറ്റ്, 2 വെപ്റ്റ്, 3 വാച്ച്. പ്രതീക്ഷയോടെ കാത്തിരിക്കുക, 2 ദൈവസ്ഥനിൽ കരയുക, 3 കർത്താവിൽ ജാഗരൂകരായിരിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. നാം തന്നെ നമ്മുടെ ജീവിത പടകിൽ അല്ലെങ്കിൽ ജീവിത യാത്രയിൽ മുങ്ങിപ്പോകുന്നു. പ്രതീക്ഷിക്കാത്ത ജലപ്രളയം അത് നമ്മുടെ പ്രാണനോളം എത്തുന്നു, കഴുത്തോളം അത് എത്തിച്ചേരുന്നു. നിലയില്ലാത്ത ആഴത്തിൽ നാം താണുപോകാൻ പോകുന്നു എന്ന് ഭീതിതമാകുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യണം? നമ്മള് കർത്താവിന്റെ സന്നയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. 2 ദൈവസന്നയിൽ ആത്മദമനത്തോടെ കരയണം. കർത്താവെ, എന്റെ ജീവിതത്തിൽ രഹസ്യമോ പരസ്യവുമാകുന്ന തെറ്റുകളോ പാപങ്ങളോ ആണ് നിലയില്ലാത്ത ആഴത്തിലേക്ക് ഞാൻ താഴുന്നതിന് കാരണമായി തീരുന്നെങ്കിൽ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ദൈവസന്നിധിയിലെ കരയണം. 3 ജാഗ്രതയോടെ ദൈവസന്നിധിയിൽ ജാഗരിക്കണം. അങ്ങനെ വരുമ്പോൾ ദൈവം എഴുന്നേറ്റ് നമുക്കായി പ്രവർത്തിക്കും. ഇവിടെ ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, മരണം എല്ലാ നിലയിലും കഠിനമേറിയ ഒരു അനുഭവമാണ്. എന്നാൽ ചേറിൽ താണു ചാകുക എന്ന് പറയുന്നത് ശ്വാസം മുട്ടിച്ചാകുക. അത് വളരെ ഗുരുതരമായ ഒരു മരണത്തിന്റെ രീതിയാണ്. ശ്വാസം മുട്ടിച്ച് കെട്ടിയാന്നവരൊക്കെ അങ്ങനെയായി ശ്വാസം മുട്ടിയാ ചാകുന്നു. വധശിക്ഷയ്ക്ക് കേൾപ്പിക്കുന്ന ആളുകൾ ശ്വാസം മുട്ടിയാ കയറവരുടെ കഴുത്തിനെ കൊരവള്ളി ഞെരുക്കും, അവർ ശ്വാസം മുട്ടി മരിക്കും. നിലയല്ലാത്ത ആഴത്തിലേക്ക് ചേറ്റിലേക്ക് താണു പോകുന്നവർ, വെള്ളത്തിൽ താണു പോകുന്നവർ, അവരെല്ലാം ശ്വാസം മുട്ടിയാൽ മരിക്കുന്നു. വളരെ ഗുരുതരമായ ഒരു മരണരീതിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഭയാനകമായ, നമ്മെ ശ്വാസം മുട്ടിച്ച് കളയുന്ന, സങ്കടപ്പെടുത്തി കളയുന്ന, നമ്മളെ നിരാശപ്പെടുത്തി കളയുന്ന, തകർത്ത് കളയുന്ന ജീവിത അനുഭവങ്ങൾ ഒരു ദൈവവേദന്റെ ജീവിതത്തിലുണ്ടാകാം. പതറിപ്പോകരുത്. എന്ത് ചെയ്യണം? കർത്താവിൽ പ്രതീക്ഷയോടിരിക്കുക. ഏറ്റവും ഒടുവിലത്തെ നിമിഷത്തിലും എങ്കിലും എന്റെ കർത്താവ് ഇറങ്ങി വന്ന് എനിക്കൊരു വിടുതൽ തരും എന്ന് പ്രത്യാശയോടെ വിശ്വസിക്കുക. 2 ദൈവസ്ഥനിൽ ആത്മനിർഭരത്തോടെ കരയുക. യഥാർത്ഥ അനുതാപമുള്ള ഹൃദയത്തോടെ തകർന്നു നുറുങ്ങി വരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല എന്ന് 51-ാം സംഖ്യയിൽ ദാവീദ് പറഞ്ഞു. അപ്പൊ ദൈവസ്ഥനിൽ കരയുക. 3 കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കുക. യഹോവയുടെ സന്നിധിയിൽ എന്ത് ചെയ്യുക? കാത്തിരിക്കുക. യെശയ്യാ 40:30 നമ്മൾ വായിക്കുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യഹോവയ്ക്കായി കാത്തിരിക്കുന്നതും യഹോവയെ കാത്തിരിക്കുന്നതും രണ്ട് അനുഭവങ്ങളാണ്. യഹോവയ്ക്കായി കാത്തിരിക്കുന്നത് കർത്താവിൽ നിന്ന് സന്മുഖകാലം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുടെ ദൈവത്തിന്റെ സഹായഹസ്തങ്ങൾക്കായി കാത്തിരിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ യഹോവയ്ക്കായി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ
കർത്താവിന്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുക എന്നർത്ഥമാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്ന് ഉയരും എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പൊ ഈ 3 പദപ്രയോഗങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും ഇരിക്കട്ടെ. വെയിറ്റ്, ബീപ്പ് ആൻഡ് ദെൻ വാച്ച്. ദാവീദ് ഇത് 3 ചെയ്തു. ദൈവം തന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. നാശകരമായ കുഴിയിൽ നിന്നും, മറ്റൊരു സങ്കീർത്തനം പറയാണ്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെയ്തിൽ നിന്നും അവൻ എന്നെ കരകയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. എന്റെ വായിൽ പുതിയ ഒരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പ്രിയമുള്ളവരെ, ദാവീദ് പാടിയത് തന്റെ ഹൃദയത്തിൽ ദൈവം നൽകിയ സന്തോഷമാണ്. നിങ്ങൾ സന്തോഷമുള്ളവർ പാട്ട് പാടട്ടെ എന്നാണ് ദൈവവചനം പറയുന്നത്. ജീവിത സാഹചര്യങ്ങൾ ഇളകി മറിയുന്നാവാം. നാം നിൽക്കുന്ന തല പോലും ഇളകിപ്പോകുന്നുവെന്ന് നമുക്ക് തോന്നുന്ന ദുഃഖകരമായ ജീവിതാനുഭവങ്ങൾ, ആത്മീയ മണ്ഡലത്തിൽ നാം വളരെ വലിഞ്ഞു മുറുക്കപ്പെട്ടിട്ട് ശ്വാസം മുട്ടുന്നത് പോലെ നമുക്ക് തോന്നുന്ന അനുഭവങ്ങളിലും കർത്താവിനായി കാത്തിരിക്കുക, ദൈവസന്നിധിയിൽ നിലവിളിക്കുക, കർത്താവിൽ ജാഗരിക്കുക. നിശ്ചയമായും നമ്മുടെ ദൈവം അവൻ എഴുന്നേൽക്കും, നമ്മെ സഹായിക്കും, വിടുവിക്കും, നമുക്ക് മറുപടി നൽകും. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ട സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുള്ള. ഗോഡ് ബ്ലസ് യു.